നൈമിഷികമായ ഈ ലോകത്ത് കുട്ടികളെല്ലാവരും ഇപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ ഈ ഒരു അവസരത്തില് SS2 ചാപ്റ്റർ 8 ക്ലാസ്സിലേക്ക് വന്ന എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ സല്യൂട്ട് അടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചാപ്റ്റർ ഇവിടെ ആരംഭിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കില് പലതരത്തില് വലിച്ചു വാരി നിന്ന ഈ ചാപ്റ്റർ പക്ഷെ നമ്മൾ ഇന്നിവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ആക്കിയിട്ട് ഷോർട്ട് നോട്ട് ആക്കിയിട്ടാണ് ഈ ക്ലാസ് ഇവിടെ ഇതാക്കുന്നത്. പല കുട്ടികളും ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ചാപ്റ്റർ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിലേക്ക് വേഗം കടക്കാം. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് ഇന്ന് പോകാം. ഓക്കെ, നമ്മൾ ചാപ്റ്റർ 8ലേക്ക് പോകുകയാണ്. ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതയിലേക്ക് എന്ന ചാപ്റ്ററാണ്. SS2ന്റെ അവസാനത്തെ ചാപ്റ്റർ ആണ്. ചിലപ്പോ ഇൻ കേസ് ഇതിൽ നിന്ന് ചില ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാം എന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും ഈ പാഠത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ചെറിയ ഒരു ടോപ്പിക്കിൽ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അത് ഏതാണെന്നുള്ളത് നോക്കാം. നേരെ ചാപ്റ്ററിലേക്ക് പോകാം. വാട്ട് ഈസ് റിസോഴ്സസ്? എന്താണ് വിഭവങ്ങൾ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എ റിസോഴ്സസ് ഈസ് എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദ ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് ഒരു റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ, ഒരു വിഭവം എന്ന് പറയുന്നത്. അത് നാച്ചുറൽ ആയിട്ട് ഒക്കർ ചെയ്യും. പിന്നെന്താണ്, അത് പ്രകൃതിപരമായിട്ട് തന്നെ അത് രൂപീകരിക്കുകയും ചെയ്യും. പക്ഷെ അതെന്താണ്, ടെക്നോളജിക്കലി ആൻഡ് ഫീസിബിൾ, കൾച്ചറലി ആക്സെപ്റ്റബിൾ, അത് സാംസ്കാരികപരമായിട്ടൊക്കെ നമുക്ക് എന്താണ്, വിഭവങ്ങൾ എന്താണ്, ആക്സെപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. മനുഷ്യന്റെ ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം ഒരു വിഭവം. പിന്നെന്താണ്, ഒക്കേഴ്സ് നാച്ചുറലി, അത് പ്രകൃതിയാൽ രൂപീകരിക്കപ്പെടുകയും ചെയ്യണം. അത് ടെക്നോളജിക്ക് അനുയോജ്യമായതുമാകണം. പിന്നെന്താണ്, കൾച്ചറലി, സാംസ്കാരികപരമായിട്ടും അത് നിലനിൽക്കുമാണ്. അങ്ങനത്തെ ഒരു സാധനത്തിനെയാണ് എന്ത് പറയാ, വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പാഠത്തില് വിഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ആണ് പാഠത്തിന്റെ പകുതിയിലുള്ളത്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ഒന്ന്, റിസോഴ്സസിനെ രണ്ടായിട്ട് തിരിക്കുന്നതാണ്. ഒന്ന് നാച്ചുറൽ റിസോഴ്സസും മാൻമെയ്ഡ് റിസോഴ്സസും. ഏതൊക്കെയാണ്? നാച്ചുറൽ റിസോഴ്സസും മാൻമെയ്ഡ് റിസോഴ്സസും ആണ് ഉള്ളത്. നാച്ചുറൽ റിസോഴ്സസിൽ ഉണ്ടാകുന്നത് ഒന്ന് വാട്ടർ, വെള്ളം, അത് പ്രകൃതിയാൽ ഉണ്ടാകുന്നതാണ്. പിന്നെന്താണ്, വായു ഉണ്ടാവും പ്രകൃതിയാൽ. പിന്നെന്താണ്, സോയിൽ, മണ്ണ്, സൺലൈറ്റ്, സൂര്യപ്രകാശം, ഫോറസ്റ്റ്, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ് കാട്, മൗണ്ടെയിൻസ്, കുന്നുകൾ അല്ലെങ്കിൽ മലനിരകൾ, റിവേഴ്സ്, പുഴകൾ, അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകങ്ങൾ, വിൻഡ്, കാറ്റുകൾ. ഇതൊക്കെ മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സുകളാണ്. മറ്റൊന്ന് മാൻമെയ്ഡ് റിസോഴ്സുകളാണ്. ഇത് മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചതാണ് അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് മാൻമെയ്ഡ് റിസോഴ്സസ്. ബിൽഡിങ്സ്, അതിലുണ്ടാകുന്നത് ബിൽഡിങ്ങുകളാണ്, ഹൗസുകളാണ്, റോഡ്സ്, ബ്രിഡ്ജസ്, ഇലക്ട്രിസിറ്റി, ഫെർട്ടിലൈസേഴ്സ്, മെഡിസിൻസ്. ഇത്രയും കാര്യങ്ങളാണ് മാൻമെയ്ഡ് റിസോഴ്സസ്. മാൻമെയ്ഡ് റിസോഴ്സസിൽ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച എല്ലാ വിഭവങ്ങളും, അതാണ് മാൻമെയ്ഡ്. നാച്ചുറൽ റിസോഴ്സ്, അത് പ്രകൃതിയാൽ നിലനിൽക്കുന്ന വിഭവങ്ങളെയാണ് നാച്ചുറൽ റിസോഴ്സ്. ഇതാണ് റിസോഴ്സിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ, എനിത്തിങ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ഹ്യൂമൻസ് ഈസ് ബയോട്ടിക് റിസോഴ്സ്. മനുഷ്യന് പ്രയോജനപ്പെടുത്തുവാനും ജീവനുള്ള ഏത് വിഭവവും ജൈവ വിഭവങ്ങളാണ്. അതായത് ബയോട്ടിക് റിസോഴ്സസുകളാണ്. അതിൽ ഹ്യൂമൻസിന് അതിൽ പ്രയോജനം ഉണ്ടാവണം, മനുഷ്യന് അതിൽ പ്രയോജനം ഉണ്ടാവണം. അതിൽ എക്സാമ്പിൾ ആണത് ഹ്യൂമൻസ്. മനുഷ്യനെ കൊണ്ട് തന്നെ പ്രയോജനങ്ങൾ ഉണ്ടാവും. പിന്നെന്താണ്, പ്ലാന്റ്സ്, ചെടികളാണ്, ആനിമൽസ്, ഇതൊക്കെ അനിമൽസിന് പ്രയോജനം, അതാണ് ബയോട്ടിക്. ഇതിൽ മനുഷ്യന് പ്രയോജനം ഉണ്ടാകുന്നതാണ് ജൈവ വിഭവങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അബയോട്ടിക് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് മാറ്റർ ആണ്. അതായത് ജീവനില്ലാത്ത വസ്തുക്കളാണ്. അത് ജീവനുള്ള വസ്തുക്കളാൽ നിർമ്മിതമായ വിഭവങ്ങളെയാണ് എന്ത് പറഞ്ഞാൽ ബയോട്ടിക്, നോൺ ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുന്നത്. അതില് മിനറൽസ്, ജീവനില്ല, വാട്ടർ, ജീവനില്ല, എയർ, സോയിൽ, സൺലൈറ്റ്, റോക്സ്,
ഇതിനൊന്നും ജീവനില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കളാൽ നിർമ്മിതമായതാണ് നോൺ ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. ബയോട്ടിക് റിസോഴ്സ് പറഞ്ഞാൽ മനുഷ്യന് പ്രയോജനപ്പെടണം. അതിൽ അനിമൽസും പ്ലാന്റ്സും ഒക്കെ പെടും. നോൺ ബയോട്ടിക് എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത വസ്തുക്കളാണ് റിസോഴ്സസിൽ. അതില് മിനറൽസ് ഉണ്ടാവും, വാട്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ ഡിവിഷൻ. ഒന്നാമത്തേത് നാച്ചുറൽ റിസോഴ്സസും അതുപോലെ തന്നെ മാൻമെയ്ഡ് റിസോഴ്സസും. രണ്ടാമത്തെ ഫീച്ചർ ബയോട്ടിക് ആൻഡ് നോൺ ബയോട്ടിക് റിസോഴ്സുകളാണ്. മൂന്നാമത്തെ ഒരു ഡിവിഷനാണ് റിന്യൂവബിൾ റിസോഴ്സസ്. മൂന്നാമത്തെ ഒരു റിസോഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറഞ്ഞാൽ റിന്യൂവബിൾ എന്ന് പറഞ്ഞാല് ഇത് ഇവിടെ ഒരൊറ്റ വേർക്ക് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. റിന്യൂവബിൾ റിസോഴ്സ് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഓർ റിപ്ലൻസ്ഡ് ഇൻ ദ നേച്ചർ ത്രൂ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്. അതായത് ഭൗതികപരമായിട്ടും രാസികമായിട്ടും ഒക്കെ പ്രക്രിയയിലൂടെ, കെമിക്കലായിട്ടും ഫിസിക്കലായിട്ടുള്ള പ്രക്രിയയിലൂടെ രൂപീകരിക്കുന്ന ഒരു സോഴ്സുകളാണ്. ഇതിന് പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും അത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, പുനഃസ്ഥാപിക്കാൻ കഴിയും. അതായത് അതൊരു വട്ടം ഉപയോഗിച്ചാൽ അത് പിന്നെയും നമുക്ക് അത് തിരിച്ചുപയോഗിക്കാം. അതാണ് റിന്യൂവബിൾ. പിന്നെയും പുതിയതാക്കാൻ പറ്റും. അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ഏതാണ്? സൺലൈറ്റ് ആണ്. സൂര്യപ്രകാശം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. സൂര്യൻ എപ്പോഴും ലാർജസ്റ്റ് എനർജി സോഴ്സ് ആണ്. ഏറ്റവും വലിയ എനർജി സോഴ്സ് ആണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യനെ ഉപയോഗിച്ച് നമുക്ക് സോളാർ എനർജി ഉണ്ടാക്കാം. അത് പിന്നെ നമുക്ക് പുതുക്കി പണിയാം, പുതുതായിട്ട് ഉപയോഗിക്കാം. അതൊരിക്കലും കഴിയില്ല. പിന്നെന്താണ്? വിൻഡ്, കാറ്റിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എനർജി കാറ്റിൽ. പിന്നെ വേവ്സ് ആണ്, തിരമാലകളിൽ നിന്ന്. ഇത്തരത്തിലൊക്കെ അതാണ് റിന്യൂവബിൾ. അത് നമുക്ക് പുതിയതാക്കാൻ കഴിയും. അതാണ് റിന്യൂവബിൾ റിസോഴ്സസ്. എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസോ അത് ഭൂമിയിൽ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് അനുസരിച്ച് അത് ഉപയോഗിച്ചാൽ തീർന്നു പോകും. അപ്പൊ ഉദാഹരണം കൽക്കരി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകും, സ്വാഭാവികമായിട്ട് തീർന്നു. അത് നിലനിൽക്കില്ല. അതിങ്ങനെ കുറഞ്ഞു വരും. പിന്നെന്താണ്? പെട്രോളിയം അല്ലേ, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ്. മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അത് ഉണ്ടായ സാധനമാണ്. പക്ഷെ അത് എന്താണ്? അത് തീർന്നു പോവുകയാണ്, ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോവുകയാണ്. അതുപോലെ പ്രകൃതിവാതകങ്ങൾ, LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, അതുപോലെ നമ്മള് ഗ്യാസുകളൊക്കെ ഉണ്ടല്ലോ, ഉപയോഗിക്കുന്ന പ്രകൃതിവാതകങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ അത് പോകും. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. അതൊരിക്കലും പുതുക്കി പണിയാൻ പറ്റൂല. അപ്പൊ മൂന്നാമത്തത് ഒന്ന് ഓർത്തു വെക്കട്ടോ. റിന്യൂവബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്നാണ്, പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ എന്നാണ് റിന്യൂവബിൾ റിസോഴ്സസ്. എന്നാൽ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്നാണ് അതിന്റെ ഉദാഹരണം. എക്സാമ്പിൾ വെച്ച് പഠിക്കുക കേട്ടോ. ഇനി ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, വിഭവങ്ങളെ 4ആയിട്ട്. അത് മലയാളത്തിലാണ്, ഇംഗ്ലീഷുകാർ നോക്കാം. വിഭവങ്ങളെ നമ്മൾ 4ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. വ്യക്തിഗത വിഭവങ്ങൾ ഒന്നാമത്തേത്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ്. ഒരു വ്യക്തി, എന്റെ കയ്യിൽ ഈ പേന ഉണ്ടെങ്കിൽ ഇത് എന്റെ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വ്യക്തിയുടെ കയ്യിൽ ഉടമസ്ഥതയിലുള്ളവയാണ്. ഇതിപ്പോ വ്യക്തിയുടെ കയ്യിൽ ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ വീടുണ്ടാവും, പിന്നെന്താണ്? പുരയിടം, സ്വന്തം വാഹനം. ഇതൊക്കെ അവനാന്റെ വ്യക്തിയുടെ വിഭവങ്ങളാണ്, അവനാന്റെ സ്വത്താണ്. ഇത് വ്യക്തിഗത വിഭവങ്ങൾ, ഇൻഡിവിജ്വൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ കൈവശം ഉണ്ടാവും. രണ്ടാമത്തേത് സാമൂഹ്യ വിഭവങ്ങളാണ്, സോഷ്യൽ റിസോഴ്സസ്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതിന് ഉദാഹരണമായതാണ് പൊതു കളിസ്ഥലം, ഒരു പൊതു ഗ്രൗണ്ട്. പഞ്ചായത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട്, അതെല്ലാവർക്കും ഉപയോഗിക്കാം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ശ്മശാനം, ഉദ്യാനങ്ങൾ, ഇതൊക്കെ എന്താണ്? എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതാണ് സാമൂഹ്യ വിഭവങ്ങൾ. അത് സമൂഹത്തില് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തേതാണ് ദേശീയ വിഭവങ്ങൾ അല്ലെങ്കിൽ നാഷണൽ റിസോഴ്സസ്. അത് രാജ്യത്തിന്റെ സ്വത്താണ്. അതിൽ ഉദാഹരണങ്ങളാണ് ധാതു സമ്പത്ത്, മിനറൽ റിസോഴ്സസ്, മിനറൽസിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ മിനറൽസ്, ഇപ്പോ പെട്രോളിയം, അതൊക്കെ രാജ്യത്തിനകത്തുള്ളതാണെങ്കിൽ രാജ്യത്തിന്റെ സ്വത്താണ്. അതുപോലെ തന്നെ വന്യജീവി സമ്പത്ത്, രാജ്യത്തിന്റെ ഉള്ളിലുള്ള വന്യജീവി സമ്പത്ത്, ജലാശയങ്ങൾ, രാജ്യത്തിനുള്ളിലെ ഭൂപ്രദേശം, ഇപ്പൊ ഇന്ത്യന്റെ കീഴിലുള്ള ഭൂപ്രദേശം, ഇപ്പൊ കേരളം, കർണാടക, അത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളെല്ലാം അത് രാജ്യത്തിന്റെ റിസോഴ്സുകളാണ്. അതുപോലെ തന്നെ
തീരത്തിന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രത്തിനും അതിർത്തിയുണ്ട്. ഇപ്പൊ കര അതിർത്തി ഉള്ളതുപോലെ സമുദ്രത്തിനും അതിർത്തിയുണ്ട്. അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രത്തിനും അതിർത്തികളുണ്ട്. അത് സംരക്ഷിക്കാനാണ് നമുക്ക് നേവി ഒക്കെ ഉണ്ട് അല്ലെ, നേവൽ ബേസ്. അത് കടലിലെ അതിർത്തി കാക്കാനാണ് അത്തരത്തിലുള്ളത്. അപ്പോൾ നാഷണൽ റിസോഴ്സിലെ ദേശീയ വിഭവങ്ങളിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അന്തർദേശീയ വിഭാഗങ്ങൾ, ഇന്റർനാഷണൽ, ഇത് കുറച്ച് ഇന്റർനാഷണൽ കളിയാണ്. ലോക്കൽ ആയിട്ടുള്ള കളികളൊന്നുമില്ല, ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇന്റർനാഷണലിൽ അന്തർദേശീയ ഉടമസ്ഥതയിലുള്ളവയാണ് 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള സമുദ്ര വിഭവങ്ങളാണ്. 200 നോട്ടിക്കൽ, ഒരു രാജ്യത്തിന്റെ അതിർത്തി 12 നോട്ടിക്കൽ മൈല, 200 നോട്ടിക്കൽ മൈല് അപ്പുറത്തുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഇന്റർനാഷണൽ റിസോഴ്സുകളാണ്. ഓക്കെ, അപ്പോ അത് ഒരു രാജ്യത്തിനും അവ ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേക തരത്തിലുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇത്തരത്തിലുള്ള 4 റിസോഴ്സ് ക്ലാസിഫിക്കേഷനുകളാണ് ഇതിലുള്ളത്. ഇതിന്റെ ഇംഗ്ലീഷ് ഇതാകട്ടെ ഈ PDF കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇംഗ്ലീഷ് മീഡിയംകാരൊന്ന് നോക്കുക. ഇത് പോയിന്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെന്റിന്റെ ബേസ് ചെയ്തിട്ട് 2ആയിട്ട് നമ്മുടെ റിസോഴ്സുകളെ തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്. ഏതാണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ്? സാധ്യതയുള്ള വിഭവങ്ങൾ എന്നാണ് അതിന്റെ മലയാളം. ഇതെന്താണെന്ന് വെച്ചാൽ, സാധ്യതയുള്ള വിഭവങ്ങൾ എന്നത് ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും എന്നാൽ ഉപയോഗിക്കപ്പെടാത്തതുമായ വിഭവങ്ങളാണ്. ഇതൊരു പ്രദേശത്ത് കാണപ്പെടും, പക്ഷെ അത് അധികം ഉപയോഗിക്കപ്പെടുന്നില്ല. അത്തരത്തിലുള്ള റിസോഴ്സുകളെയാണ് പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന്, സാധ്യതയുള്ള വിഭവങ്ങൾ. ഇതിന് നല്ല സാധ്യതയുണ്ട്, പക്ഷെ അധികം ഉപയോഗിക്കപ്പെടുന്നില്ല. അതിന്റെ ഉദാഹരണങ്ങളാണ് എന്ത്? രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള ഗ്രേറ്റ് വിൻഡ് ആൻഡ് സോളാർ പൊട്ടൻഷ്യൽ. ഗുജറാത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. ആ താർ മരുഭൂമിയിൽ സൂര്യന്റെ ഇത് വെച്ച് നമുക്ക് സോളാർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷെ അത് ഇപ്പോഴും ഉപയോഗിക്കാം. അതേപോലെ ഗുജറാത്ത് ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളുള്ള സംസ്ഥാനമാണ് അല്ലെ. നമ്മളെ ഗുജറാത്ത് ബെൽറ്റ്, അറേബ്യൻ സീന്റെ വെസ്റ്റ് ഭാഗത്ത് എടുക്കുന്ന ഗുജറാത്ത്. ആ ഗുജറാത്തിൽ നിന്ന് നമുക്ക് വേവില് ഉൽപ്പാദിക്കാം, അതുപോലെ വിൻഡ് കൊണ്ട് ഉപയോഗിക്കാൻ നമുക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കപ്പെടാതെ പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഒന്നും ആലോചിക്കണ്ട, താർ മരുഭൂമി എത്രയോ നീളം കിടക്കുന്ന മരുഭൂമി, അവിടെ നമുക്ക് സോളാർ എനർജി ഒക്കെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിക്കാം. പക്ഷെ അത് കഴിയുന്നില്ല, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് അത്രയ്ക്ക് എത്തുന്നുള്ളൂ. അപ്പൊ അതിനെയാണ് എന്താ പറയാ, പൊട്ടൻഷ്യൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡെവലപ്ഡ് റിസോഴ്സസ് എന്നാണ് അതിന് പറയുക, വികസിത വിഭവങ്ങൾ. ഇതില് ഉപയോഗത്തിനായി സർവേ ചെയ്ത് അവയുടെ ഗുണനിലവാരവും അളവും നിർണ്ണയിക്കപ്പെടുന്ന വിഭവങ്ങളാണ്. ഇതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യും. അതിലെല്ലാം റിസർച്ച് ചെയ്ത് എങ്ങനെയൊക്കെ അത് ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെയൊക്കെ അത് ചെയ്യാം, അതൊക്കെ നമ്മൾ അതൊക്കെ കൃത്യമായി പഠനം നടത്തിയിട്ട് അതിനെ വിഭവങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോള്, കൽക്കരി, പെട്രോളിയം എന്നിവയൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഈ വ്യക്തമായിട്ടുള്ള, കൽക്കരി എങ്ങനെ ഇതാക്കണം, പെട്രോൾ എങ്ങനെ ഇതാക്കണം, വ്യക്തമായിട്ട് എന്താണ് അത് ടെക്നോളജി, അത് എഫിഷ്യന്റ് ആയിട്ടും അത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ നേരെ വൈക്കെടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ പമ്പുകളാണ്. അവിടെ എന്താണ് പെട്രോൾ പമ്പ് നമുക്ക് കിട്ടുകയാണ്, കറക്റ്റ് ആയിട്ട് അത് കിട്ടുന്നുണ്ട്. അതെന്താണ് ടെക്നോളജി ബേസ്ഡും എഫിഷ്യന്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെയാണ് വികസിത ഉൽപ്പന്നങ്ങൾ, ഡെവലപ്ഡ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റോക്സ് എന്ന് പറയുന്നത്? മെറ്റീരിയൽസ് ദാറ്റ് can meet the human needs which do not have the appropriate technology to use. ധാരാളം സ്റ്റോക്കുകൾ ഉണ്ട് രാജ്യത്ത്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജന് ഈ പ്രപഞ്ചത്തില് ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകമാണ് ഹൈഡ്രജൻ. എവിടെ നോക്കിയാലും ഹൈഡ്രജൻ ഉണ്ടാവും. അറ്റോമിക് നമ്പർ 1 മൂലകം, പീരിയോഡിക് ടേബിളിലെ 1ാമത്തെ മൂലകമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു മൂലകമാണ് ഇത്, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പക്ഷേ എന്താണ്, ഇപ്പോഴും എന്താണ്, അത് കാര്യമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാന പ്രശ്നം, അതിന് വേറെ വെല്ലുവിളി ഉണ്ട് സയൻസ് പരമായിട്ട്. അത് ഭയങ്കര അപകട സാധ്യതയുള്ള ഒരു മൂലം, ഇൻഫ്ലൈമബിൾ എലമെന്റ് ആണ്. അത് പെട്ടെന്ന് പൊട്ടിത്തെറുക. പക്ഷെ അത് ഉപയോഗിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. അതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിനൊറ്റ ഉദാഹരണമുള്ള അത് ഹൈഡ്രജൻ ആണ്. ധാരാളം ഡെവലപ്മെന്റ്, ധാരാളം
ഉണ്ട്, പ്രപഞ്ചത്തിൽ അത് ധാരാളം കാണപ്പെടുന്നുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വിഭവങ്ങളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അത് തന്നെ അതിന്റെ മലയാളം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതും എന്നാൽ അവ പ്രയോജനപ്പെടുത്താൻ മനുഷ്യർക്ക് ഉചിതമായ സാങ്കേതിക വിദ്യ ഇല്ലാത്തതുമായ വസ്തുക്കളെയാണ്. അതിന് കൃത്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഇല്ല, ടെക്നോളജി നമുക്ക് വളർന്നിട്ടില്ല. അത്തരത്തിലുള്ളതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ആർ ദ സബ്സ്റ്റൻസസ്, ഒബ്ജക്ട്സ് ഓർ ഫോം എനർജി ഒബ്റ്റൈൻഡ് ഫ്രം ദ നാച്ചർ ആൻഡ് യൂസ്ഫുൾ ടു ദ. ഇത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മനുഷ്യന് അത്യാവശ്യമായ, മനുഷ്യന് ഉപകാരപരമായ വസ്തുക്കളാണ്. ഇത് നാച്ചുറൽ ആയിട്ടുണ്ടാകുന്നത്, അത് ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നുമല്ല. അതാണ് പ്രകൃതി വിഭവങ്ങൾ. മനുഷ്യന് ഉപകാരപ്രദമാകുന്നതാണ് എനർജി, അത് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അത് മനുഷ്യന് ഉപകാരമുള്ളതാണ്. ഇപ്പൊ എയർ നമുക്ക് ശ്വസിക്കാൻ കഴിയും, അതുപോലെ തന്നെ വാട്ടർ, നമുക്ക് വെള്ളം, അതുപോലെ തന്നെ കുടിക്കാൻ സോയിൽ, അത് മനുഷ്യന് ഉപകാരം. മിനറൽസ്, അത്തരത്തിലുള്ള മിനറൽസ് അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടാം. അത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന, പ്രകൃതിയാൽ മനുഷ്യന് ഉപകാരപരമായിട്ടുള്ളതാണ് എന്ത്, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ നാച്ചുറൽ റിസോഴ്സസിൽ ഏറ്റവും കൂടുതലുള്ളത് മിനറൽസ് ആണ്, ധാതുക്കളാണ്. ഈ ധാതുക്കളിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും. ഏതൊക്കെയാണ്? മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസും. ഓക്കെ, അതിനെ പ്രധാനമായിട്ടും മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ലോഹധാതുക്കൾ, നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ അലോഹധാതുക്കൾ. ഇത് ലോഹധാതുക്കൾ, ഇത് അലോഹം, നോൺ മെറ്റാലിക് ആണ്. ഇതില് അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫെറസ് മിനറൽ. ഫെറം എന്ന് പറഞ്ഞാൽ FE എന്ന് പറഞ്ഞാൽ ഫെറം. ഫെറം പറഞ്ഞാൽ അയേൺ ആണ്. അയണിന്റെ സിമ്പിൾ Fe ആണ് കേട്ടോ. അപ്പൊ ഇതിൽ അയേൺ ഉണ്ടാവും, കൂടുതലായിട്ട് അയേൺ ഇതായിട്ടുള്ള ഇരുമ്പിന്റെ അംശമുള്ള മിനറൽസ് ആണ്. ഇരുമ്പിന്റെ അംശമില്ലാത്തതാണ് നോൺ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളം ഇനോർഗാനിക് മിനറൽ. ഈ നോൺ മെറ്റാലിക് മിനറൽസിനെ ഇനോർഗാനിക് അകാർബണീയ ധാതുക്കൾ എന്നാണ് മലയാളത്തിൽ പറയുക. അകാർബണീയ ധാതുക്കൾ. ഇതിൽ മിനറൽ ഫ്യൂവൽസ്, ഇതിന്റെയൊക്കെ ഡിവിഷൻ, അതായത് മിനറൽസിനെ നമ്മൾ തിരിച്ചില്ല. അതിൽ ഫെറസ് മിനറൽസിൽ ഉദാഹരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് അയേൺ ഉണ്ട്, മാംഗനീസ്, നിക്കൽ, ഇതൊക്കെ ഒരേ എലമെന്റ്സും മെറ്റൽസും ഒക്കെയാണ് മിനറൽസ് എന്ന് പറയുന്നത്. അതിൽ ഫെറസ് മിനറൽസിൽ. നോൺ ഫെറസ് മിനറൽസിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഇതാണ് അലുമിനിയം, കോപ്പർ, സിങ്ക്, ഗോൾഡ്, സിൽവർ, ബോക്സൈറ്റ്. ഓറുകളാണ് ഇത്തരത്തിലുള്ള. ബോക്സൈറ്റ് എന്നൊക്കെ പറയുന്നത് അലുമിനിയത്തിന്റെ ഓറുകളാണ്, ധാതുക്കളാണ്. അതെന്താണെന്നില്ല പറയാം. പിന്നെ ഇൻഓർഗാനിക് മിനറൽസിൽ ഉണ്ടാകുന്നത് മൈക്ക, ലൈംസ്റ്റോൺ, ഗ്രാഫൈറ്റ്, ക്ലേ, മാർബിൾ, ഇവയൊക്കെയാണ് ഇൻഓർഗാനിക് മിനറൽസിലുള്ളത്. മിനറൽ ഫ്യൂവൽസിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് തരത്തിലുള്ള മിനറൽ ഫ്യൂവൽസ് ആണ്. ഒന്ന് കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഈ മൂന്നെണ്ണാണ് പ്രധാനമായിട്ടുള്ളത്: കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് എന്നിവ. ഓക്കെ, ഇതാണ് ആ ജസ്റ്റ് ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ, ഫെറസ് മിനറൽസ് ഏതാണ്, നോൺ ഫെറസ് മിനറൽസ് ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് ഉദാഹരണം. ഇനി എന്തൊക്കെയാണ് ഈ മിനറൽസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ? ചിലപ്പോൾ ചോദിക്കും പരീക്ഷക്ക്. എന്താണ് അതില്? അയൺ, ഇരുമ്പിന്റെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മെഷീൻസുകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ടൂൾസുകൾ ഉപയോഗിക്കുക, എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണ്. അതായത് വലിയ വലിയ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുക. അപ്പൊ വീട് നിർമ്മിക്കാൻ കമ്പി കൊണ്ടുപോകണ കണ്ടിട്ടില്ലേ? അപ്പോ അതാണ് പ്രധാന അയണിന്റെ ഉപയോഗം. എവിടെ നോക്കിയാലും ഇരുമ്പ് അറിയുന്ന ഒരു സാധനം ഉണ്ടാവും. അയൺ ഏറ്റവും കൂടുതൽ. അയൺ ഇസ് എ കീ. സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അയണാണ് എന്നുള്ളതാണ്. പിന്നെ കോപ്പറാണ്. കോപ്പർ ഏറ്റവും പ്രാചീന കാലഘട്ടത്തിന് മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയതാണ് കോപ്പർ. ഹിസ്റ്റോറിക്കലായിട്ട് കാൽക്കോളിത്തിക് ഏജിൽ മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ലോഹമാണ്, അല്ലെങ്കിൽ ഒരു മെറ്റലാണ് ഇത് കോപ്പർ എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്നതുമാണ്.
ഇത് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിയിലാണ് കൂടുതലായിട്ട്. ഇപ്പൊ ഒരു വയർ എടുത്ത് അതിന്റെ ഉള്ളിലുണ്ടാവും ഇലക്ട്രിക് വയേഴ്സിൽ, ഇലക്ട്രിക് മോട്ടേഴ്സിൽ, ട്രാൻസ്ഫോമിൽ, ജനറേറ്റേഴ്സിൽ ഒക്കെ ഇതൊരു കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കോപ്പർ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാനും ഒക്കെ ഉപയോഗിക്കുക. ഒരു വയറിന്റെ ഉള്ളിൽ കോപ്പർ ഉപയോഗിക്കുന്ന കാലം ഉണ്ടായിന്. പിന്നെ അത് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഈ കോപ്പർ എന്ത് ചെയ്യും, ചെമ്പ് വലിച്ചെടുത്ത് അത് വിൽക്കണൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പൊ കോപ്പർ അങ്ങനെ ഉപയോഗിക്കണ വയറുകളിലാണ് കൂടുതൽ ഉണ്ടാകുക. വയറൊക്കെ ഇതാക്കിയാണ്ട്, അതായത് നിങ്ങൾ വയറൊന്നും കുത്തി തുറക്കണ്ട, അപ്പൊ പഠിച്ചാൽ മതി. SLC പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കുക, ഫുൾ A+ പഠിക്കുക, ഇതാക്കുക. അതാണ് കേട്ടോ ഇത് വയറൊന്നും കുത്തി പൊട്ടിക്കല്. അടുത്തത് അലുമിനിയം ആണ് കേട്ടോ. അലുമിനിയം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നതും ഇതുപോലെ തന്നെ ഇലക്ട്രിക് വയേഴ്സ്, മോട്ടോർ വെഹിക്കിൾസ്, എയർപ്ലെയിൻസ്, ക്യാൻസ്, ബിൽഡിങ്സിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾസിലൊക്കെ അലുമിനിയം ഉപയോഗിക്കുന്നുണ്ട്. എയറോപ്ലെയിനുകളിലും അതുപോലെ ക്യാനുകൾ, വലിയ വലിയ ക്യാനുകളിലും ബിൽഡിങ്സിലൊക്കെ എന്താണ് അലുമിനിയം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്, ഭയങ്കര വിലയാണ് ഇപ്പൊ ഗോൾഡിന്. 1,05,000 ഒക്കെയാണ് ഇപ്പോഴത്തെ വില. ജ്വല്ലറി അല്ലെ, അലങ്കാരത്തിനും ഒരു ആഡംബരത്തിനൊക്കെ ആയിട്ട് ജ്വല്ലറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കല്യാണത്തിനൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാവും ഈ ഗോൾഡ്. പിന്നെ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് ടെക്നോളജി, വെറും ജ്വല്ലറിയിൽ മാത്രമല്ല കേട്ടോ, ഇലക്ട്രോണിക്സിലുണ്ട്, സ്പേസ് ടെക്നോളജിയിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോ ഗോൾഡ്, സ്വർണം. അപ്പോ അടുത്തൊരു മാംഗനീസ് ആണ്. മാംഗനീസ് ഈസ് എ ഫാർമാസ്യൂട്ടിക്കൽസ്, അതായത് മരുന്ന് ഉൽപാദനത്തിന് അതിനൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മാംഗനീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ ദ മെറ്റൽ പ്രോസസിംഗ്, സ്റ്റീൽ പ്രൊഡക്ഷൻ. ലോഹങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്, പ്രോസസ് ചെയ്യുന്നതിന്, സ്റ്റീൽ പ്രൊഡക്ഷനിലും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇതാണ് മാംഗനീസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട മിനറൽസിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഓറുകൾ എന്ന് പറയുന്നത്. ഓർ ആർ ദ എർത്ത് മെറ്റൽസ് ഫ്രം വിച്ച് വൺ മോർ മെറ്റൽസ് ആൻഡ് എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി. ലാഭകരമായ രീതിയിൽ ഒന്നോ അതിലധികമോ ലോഹങ്ങൾ വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഭൗമ വസ്തുക്കളാണ് അയിരുകൾ എന്ന് പറയുന്നത്. ഇത് ലാഭകരമായ രീതിയിലാണ് അത് വേർതിരിക്കുക. അതൊരു ഭൗമ വസ്തുവാണ്, എർത്ത് മെറ്റീരിയലും കൂടിയാണ്. അതായത് ഒന്നോ അതിലധികമോ മെറ്റലുകളെ, അതിന്റെ ധാതുക്കൾ ഇങ്ങനെ വേർതിരിക്കുന്നതിനെയാണ് ഓറുകൾ എന്ന് പറയുന്നത്. മെറ്റല് എപ്പോഴും ഒരു ഇതിലായിട്ട് നിൽക്കൂല, സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂല, അതിങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഓറുകളായിട്ടാണ് കാണപ്പെടുക. അത് വേർതിരിച്ച് എടുക്കുകയാണെന്നാണ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് പ്രധാനമായിട്ടുള്ള ഓറുകൾ ഏതൊക്കെയാണെന്നില്ല. എക്സ്ട്രാ ആക്ടിവിറ്റിയാണ്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അയണിനുള്ളത്, അയണിന്റെ പ്രധാനപ്പെട്ട അയിര് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമണൈറ്റ്, പിന്നെ ലെഡിന്റെ ഗലേന, പിന്നെ കോപ്പറിൻ്റെത് കാൽക്കോപ്പറേറ്റ്, നാറ്റീവ് കോപ്പർ, പിന്നെ മാംഗനീസിന്റെ പൈറൂസൈറ്റ്, സിലമെലൈൻ, പിന്നെ സിങ്ക് ബ്ലെൻഡ്, പിന്നെ ഗോൾഡിന്റെ നാറ്റീവ് ഗോൾഡ്, അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട ഓറ്, ക്രോമിയത്തിന്റെ ക്രൊമൈറ്റ്, ടൈറ്റാനിയം ഇലുമിനൈറ്റ്, റുട്ടൈല്, പിന്നെ യുറാനിറ്റൈൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഓറുകളാണ്. ജസ്റ്റ് എക്സ്ട്രാ റീഡിംഗ് ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാണപ്പെടുന്നത്. ചിലപ്പോൾ ഈ അലുമിനിയത്തിന്റെ ഓറൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, വൺ വേർഡ് ആയിട്ട്, ബോക്സൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഏറ്റവും വലിയ ലാർജസ്റ്റ് മൈൻ എന്ന് പറയുന്ന കരാജാസ് മൈൻ ഇൻ ബ്രസീൽ. ബ്രസീലാണ് നമ്മളെ നെയ്മറൊക്കെ അല്ലേ, വിനീഷ്യസ് ഒക്കെ അല്ലേ, ഫുട്ബോളിലെ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ബ്രസീൽ. അതൊന്ന് ഓർത്ത് വെക്കട്ടോ, അത് മറക്കൂല. ബ്രസീൽ ഫാൻസ് എന്തായാലും മറക്കൂല. കരാജസ് മൈൻ എന്ന് പറയുന്നത് ഇത് അങ്ങനെയാണ്, അത് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അല്ല എല്ലാം പാടെ ഇതൊന്നും നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കാൻ. അപ്പൊ ഇങ്ങനെ ഫുട്ബോളില് ബ്രസീല്, അങ്ങനത്തെ കൺട്രീസ് ഒക്കെ കണക്ട് ചെയ്ത് വെക്കുക. പരീക്ഷക്കാരൊക്കെ അങ്ങനെയൊക്കെ ഓർമ്മ വരുള്ളൂ. എല്ലാം നമുക്ക് ഇങ്ങനെ കാണാപ്പാഠം പഠിക്കരുത്. ഒരു കാര്യം ഒരിക്കലും നമ്മൾ കാണാപ്പാഠം പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് എത്തുമ്പോൾ ഇതാവും. കാണാപ്പാഠം പഠിച്ചാലുള്ള പ്രശ്നം, ഒരു വട്ടം നമ്മൾ ഒരു വാക്കറ്റ പോയാൽ നമ്മൾ ആകെ പാനിക്കാവും പരീക്ഷ എഴുതുമ്പോൾ. അത് നമ്മളെ റിസൾട്ടിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ബ്രസീൽ നമ്മളെ നെയ്മറിന്റെ നാട്ടിലാണ് ഈ ലാർജസ്റ്റ് അയൺ മൈൻ ഉള്ളത്. ഇവിടെ തന്നെയാണ് കരാജസ് മൈന്. പിന്നെ കോപ്പറിലെ ഏറ്റവും വലിയ ചിലിയാണ്. അത് അർജന്റീന ഫാൻസിന് കുറച്ച് അടങ്ങാറുള്ള ഒരു സാധനമാണ് ചിലി പണ്ട് മെസ്സിനെ 2 വട്ടം പൊട്ടിച്ചൊരു ടീമാണ് ഈ ചിലി അറിയുന്നത്. ചില്ലി മുളക്, ചിലി, അതന്നെ സാധനം ചിലി. ഓക്കെ, ചിലി 2 വട്ടം കോപ്പ അമേരിക്കയില് തോപ്പിച്ചിരിക്കുന്ന ഒരു സീൻ തന്നെയാണ്. പിന്നെ എന്താണ്, ഇവര് കോപ്പറിലാണ്
ചെമ്പിലാണ് പ്രധാനമായിട്ടും കൂടുതലായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന, കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? ഈ ചിലി എന്ന് പറയുന്നത്. അതിനവിടെ ഭയങ്കര 2 ഖനികളുണ്ട്. 2 ലാർജസ്റ്റ് മൈനുകളാണുള്ളത്. ഒന്ന് എസ്കോണ്ടിഡ, പിന്നെ കൊളഹുവാസി എന്ന് പറയുന്ന ചിലിയിലെ 2 പ്രധാനപ്പെട്ട മൈനുകൾ, ലാർജസ്റ്റ് മൈനുകളാണ്. അതൊന്ന് ഓർത്തു വെക്കുക, 1 വേർഡുകൾ വരാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് എനർജി സോഴ്സുകൾ എന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ എനി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ഹീറ്റ്, അതായത് താപം ഉൽപ്പാദിപ്പിക്കുക, ചൂട് ഉൽപ്പാദിപ്പിക്കുക. മൂവ് ഒബ്ജക്റ്റ്, അതായത് ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും കഴിയുന്നത്, ഓർ ജനറേറ്റ് ഇലക്ട്രിക്, അല്ലെങ്കിൽ അതൊരു വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക വരെ. ഈ 3 കണ്ടീഷനാണ് എന്തിനുള്ളത്? ഒരു എനർജി, ഒരു ഊർജ വിഭവത്തിനുള്ളത് എന്നുള്ളത്. ഒന്നെങ്കിൽ അത് ചൂട് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യണം, ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യണം. പിന്നെ ജനറേറ്റ് ഇലക്ട്രിസിറ്റി, അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഈ 3 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഊർജ വിഭവത്തിനുള്ളത്. എ സബ്സ്റ്റൻസ് ദാറ്റ് റിലീസസ് എനർജി ത്രൂ എ കെമിക്കൽ പ്രോസസ് ഈസ് നോൺ ആസ് എ ഫ്യൂവൽ. എന്താണ്? അതായത് ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ രാസമാറ്റത്തിലൂടെ ഊർജം വിടുന്ന ഏതൊരു വസ്തുവിനും ഇന്ധനം എന്ന് വിളിക്കുന്നു. അതായത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അവിടെ ഊർജം, എനർജി പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എനർജി പുറത്തുവിടുകയും ചെയ്യുന്നതിനെ ഇന്ധനം അല്ലെങ്കിൽ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നു എന്നുള്ളതാണ് അതാണ് എനർജി. ആ 3 കണ്ടീഷനും എന്താണ് ഫ്യൂവല്, അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ടതാണ് 2 തരത്തിലുള്ള കൺവെൻഷൻ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആൻഡ് കൺവെൻഷണൽ റിസോഴ്സസ്. ഇതിന്റെ 2 കമ്പാരിസൺ ആണ്. എന്താണ് ഇത്? നമ്മൾ ഒരു വട്ടം മുമ്പ് പറഞ്ഞത്, ഒരു വട്ടം കൂടി പറയാം. ദ റിസോഴ്സസ് ഗെറ്റ് ഡിപ്ലറ്റഡ് ആൻഡ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്. ഒരു വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കഴിയുകയും അത് ശോഷിക്കുകയും ചെയ്യുന്നതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇത് പൊല്യൂഷന്, ഭയങ്കര രീതിയിൽ മലിനീകരണത്തിന് സാധ്യമാവും. പിന്നെ ഇത് മെയിൻറ്റെയിൻ, എക്സ്ട്രാക്ട് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും എക്സ്ട്രാക്ട് ചെയ്യാനൊക്കെ ഭയങ്കര. ഇപ്പൊ പെട്രോളുകൾ കൊണ്ടുവരുന്നതാണ് വലിയൊരു ക്യാനിൽ എത്രയോ മൈലുകളിൽ നിന്ന് കിലോമീറ്ററുകൾ കടന്നു വന്നിട്ടാണ്. അത് ഭയങ്കര ഡേഞ്ചറുമാണ്. ഇന്ധനം ചോർന്നു എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോള്, അതുപോലെ തന്നെ ഖനികള്, അവിടെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, അതിൻ്റെ ഉള്ളിൽ അകപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കൺവെൻഷണൽ റിസോഴ്സസ്. നോൺ റിന്യൂവബിൾ റിസോഴ്സ് പുതുക്കി പണിയാൻ കഴിയില്ല, പുതുക്കി ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഉപയോഗത്തിന് അത് നേരത്തെ നമ്മൾ പറഞ്ഞാണ്. ഇനി റിന്യൂവബിൾ റിസോഴ്സസ് എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസിൽ ഇത് ഭയങ്കര രീതിയിൽ പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. എക്കോ ഫ്രണ്ട്ലി, ഇത് നമ്മുടെ എൻവിയോൺമെന്റിന് ഭയങ്കര ഉപയോഗമുള്ളതാണ്. ഇതൊരു പൊല്യൂഷൻ ഫ്രീ ആണ്. ഏതൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ? നമ്മളെ സോളാർ എനർജി, സോളാർ, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, ബയോ എനർജി എന്നിവയാണ് പ്രധാനപ്പെട്ട നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. എല്ലാം അതിന്റെ ഒരു കമ്പാരിസൺ ബോക്സ് ആയിട്ട് പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓർത്തു വെക്കുക. 2 ഏതൊക്കെയാണെന്നുള്ളത്. ഇത് 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. റിന്യൂവബിളും റിന്യൂവബിൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. പുതിയതാക്കാം, അല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കൺവെൻഷണൽ റിസോഴ്സസ് ആണ് ഇവിടെ ഉള്ളത്. മറ്റേ നോൺ കൺവെൻഷൻ റിസോഴ്സസ് ആണ്. അപ്പൊ അത് പരീക്ഷയ്ക്കൊന്ന് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റ് പോയിന്റ് ആക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അലേർട്ടായി നിൽക്കുക. ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മേജർ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ് നമ്മളെ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ? അത് മില്യൺ ഇയേഴ്സ് അഗോല് അത് ഉണ്ടാവും. അത് ഭൂമിയിലുള്ള ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്താണ് കോൾ എന്ന് പറയുന്നത്. ഈ കോള് റോക്ക് ഫോർമേഷനും റോക്ക് ഫോർമേഷൻ ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം പ്ലാന്റ് റിമെയിൻസ്, അതായത് സസ്യങ്ങളുടെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് ഇതിന്റെ ഫലമായിട്ട് പാറകൾ ഫോം ചെയ്യുന്നതാണ് കോള് എന്ന് പറയുന്നത്. ഇതിൽ ഹൈ കാർബൺ കണ്ടന്റ് ഹൈ ആയിട്ട് ഇതിലുണ്ടാവും.
കാർബൺ മൂലകത്തിന്റെ അത്. പിന്നെ ഇത് ബ്ലാക്ക് ബ്രൗൺ കളറിലാണ് അല്ലെ. ബ്ലാക്ക് കളറിലെ കരി കണ്ടിട്ടില്ല, പണ്ട് ട്രെയിനൊക്കെ ഓടിനെ ഈ കൽക്കരി ഉപയോഗിച്ചിട്ട്. ചാർക്കോൾ ഇതൊക്കെ ഒന്നും കാണാത്ത ആൾക്കാർ ഇപ്പൊ ഉണ്ടാവില്ല, അന്നറിയാം ബ്ലാക്ക് കളറിലാകാരം അത് ഉണ്ടാകുക. പിന്നെ ഈ കോൾ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ മെറ്റലർജി. എന്താ മെറ്റലർജി? മെറ്റലർജി എന്ന് പറഞ്ഞാൽ മെറ്റൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇതാണ് മെറ്റലർജി. ആ ഒരു പ്രോസസ്സിനാണ് മെറ്റലർജി എന്ന് പറയുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കാനും, കെമിക്കൽ റോ മെറ്റീരിയൽസ് ഉപയോഗിക്കാനും, മാനുഫാക്ചറിങ് വാക്സുകൾ ഉണ്ടാക്കാനും, ഓയിൻമെന്റ്, മെഡിസിൻസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഡൈസ്, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാനാണ് കോൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തെർമൽ പവർ സ്റ്റേഷൻസുകളിലാണ്. അതായത് താപം, ചൂട് ഉൽപ്പാദിപ്പിച്ച് തെർമൽ ആയിട്ടുള്ള ഡാമുകൾ, അങ്ങനത്തെ താപം ഇതാക്കുന്നതിനെയാണ് തെർമൽ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. വലിയ തോതിൽ ഹീറ്റൊക്കെ കടത്തി വിട്ടിട്ട് ഉണ്ടാക്കുന്ന എനർജിയാണ് തെർമൽ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പെട്രോളിയം എന്ന് പറയുന്നത്. പെട്രോളിയം അടുത്തൊരു ഫോസിൽ ഫ്യൂവലാണ്. ഇതും ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് എവിടുന്നാണ്? റോക്സിൽ നിന്നാണ്. ദിസ് ഫ്യൂവൽ ഈസ് കോൾഡ് പെട്രോളിയം, മീനിങ് റോക്ക് ഓയിൽ. റോക്ക് ഓയിൽ എന്നാണ് ഇതിന്റെ പ്രധാനമായിട്ടും മീനിങ്. പെട്രോളിയം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട മീനിങ് എന്ന് പറയുന്നത് റോക്ക് ഓയിൽ എന്നാണ്. ഇതിന് ബ്ലാക്ക് ഗോൾഡ്, കറുത്ത സ്വർണം എന്ന പെട്രോളിയത്തെ അറിയപ്പെടുന്നുണ്ട്. ഇത് ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ്, അതുകൊണ്ട് ഇതിനെ ബ്ലാക്ക് ഗോൾഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ നാച്ചുറലി ഒക്കറിംഗ് പെട്രോളിയം ഈസ് യൂഷ്വലി ബ്ലാക്ക് ഓർ ബ്രൗൺ. ഇതും ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറിലാണ് ഇത് യൂഷ്വലി ആയിട്ട് കാണപ്പെടുന്നത്. ഇത് പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, ലൂബ്രിക്കൻസ്, അസ്ഫാൾട്ട്, മെനി അതർ പ്രൊഡക്ട്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിന്റെ വില കൂടി താന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്നത്. തൗസൻഡ്സ് ഓഫ് പ്രൊഡക്ട്സ്, ഇഷ്ടംപോലെ ആയിരക്കണക്കിന് പ്രൊഡക്ട്സുകൾ പെട്രോളിയത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇൻക്ലൂഡിങ് പെയിന്റുകൾ ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, കോസ്മെറ്റിക്സ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ പെട്രോളിയം. ഇത്രയും ഉൽപ്പന്നങ്ങളൊക്കെ പെട്രോളിയത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തത് ഇതിലെ പ്രധാനപ്പെട്ട ഊർജങ്ങൾ, എനർജികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിലൊന്ന് സൗരോർജ്ജമാണ്. ഈ സൗരോർജ്ജം എന്ന് പറയുന്നത് സോളാർ ഉൽപ്പാദിപ്പിച്ചിട്ട്, സൂര്യന്റെ വെയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഊർജമാണ് ഇത് സൗരോർജം എന്ന് പറയുന്നത്, സോളാർ എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ സോളാർ എനർജി എന്ന് പറഞ്ഞാല് ഊർജത്തിന്റെ അടിസ്ഥാന ഉറവിടമാണ് സൂര്യനാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഊർജത്തിന്റെ അല്ലെങ്കിൽ എനർജിയുടെ പ്രധാനപ്പെട്ട ഇത്. ഈ സൂര്യത്തിന്റെ അതായത് സോളാർ ഗ്രന്ഥികൾ വലിയ വലിയ പ്രദേശങ്ങളിൽ നിരത്തിയിട്ട് അതിൽ നിന്ന് എനർജി, ഫോട്ടോവോൾട്ടിക് എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് സോളാർ എനർജി എന്ന്. ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ കംപ്ലീറ്റ് സോളാറിലാണ് ഓടുന്നത്. കറക്റ്റ് ഫുള്ള് സോളാറിൽ സൂര്യന്റെ ഇതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഒരുപാട് നഷ്ടം, നമുക്ക് ലാഭമാണ്, ഊർജം നമുക്ക് ലാഭിക്കാൻ കഴിയും. പിന്നെ അടുത്തതാണ് കാറ്റ്. വിൻഡ് മില്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ. ഈ വിൻഡ് മില്ല് ഉപയോഗിക്കണ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ വലിയ കറക്കിയിട്ട് അതിൽ നിന്ന് കാറ്റിന്റെ ഇതിലൂടെ പ്രയോജനപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് എനർജി രൂപീകരിക്കുന്നതിനെയാണ് വിൻഡ് എനർജി അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് കാറ്റിന്റെ ഊർജം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭൗമോർജം. ഇത് ഈ വോൾക്കാനോസിൽ മാഗ്മ അതുപോലെ തന്നെ തെർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താപം കാര്യക്ഷമമായ, അതായത് ആ കാലത്ത് മാഗ്മയുടെ ചൂട് ഉൽപ്പാദിപ്പിച്ചിട്ട് എനർജി നമുക്ക് ഇതാക്കും. കാരണം കംപ്ലീറ്റ് വോൾക്കാനോസിലൊക്കെ ഉള്ള മാഗ്മ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര എനർജി, ഭയങ്കര ചൂടാക്കാറ് അല്ലെ. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് എന്താ പറയുക. അതുപോലെ തന്നെ ഗിസേഴ്സ്, നീരുറവകളിൽ നിന്നൊക്കെ എന്താണ് എനർജി നമുക്ക് രൂപീകരിക്കാൻ കഴിയും. ജിയോ തെർമൽ അല്ലെങ്കിൽ ഭൗമ താപോർജം, ജിയോ തെർമൽ എനർജി എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക. പിന്നെ വേലിയേറ്റ ഊർജം, വേലിയേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി ടർബൈനുകൾ, അതായത് സമുദ്രത്തിൽ ചില സമയത്ത് വേലിയേറ്റം ഉണ്ടാവും. അപ്പൊ വേലിയേറ്റം കംപ്ലീറ്റ് വെള്ളം അങ്ങോട്ട് കയറി വന്നിട്ട് അതിൽ നിന്ന് ടൈഡൽ ആയിട്ടുള്ള എനർജി കറക്കി എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ടൈഡൽ എനർജി, വേലിയേറ്റ ഊർജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൈവോർജം എന്ന് പറഞ്ഞാല്
ഈ ജൈവ പദാർത്ഥ അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജം ഉണ്ടാക്കുക, അതായത് വേസ്റ്റുകളിൽ നിന്നൊക്കെ, അതൊക്കെ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിയും. ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഊർജ്ജങ്ങളെയാണ് എന്താ പറയാ ജൈവ ഊർജം എന്ന് പറയുന്നത്. ജൈവ ഊർജം നഗര മാലിന്യങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളാണ് നടപ്പിലായത്. അപ്പൊ ഈ നഗര മേഖലയിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റുകളൊക്കെ ഇതാക്കിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ജൈവോർജം എന്ന് പറയുന്നത്. അടുത്തൊരു ഹൈഡ്രജൻ ആണ്. എന്താണ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് എനർജി ഇതാണ്. ഇതൊരു ക്ലീൻ ഫ്യൂവലാണ്. നല്ലൊരു അധികം മലിനീകരണമൊന്നും ഉണ്ടാക്കാത്തത്. ഇതിന് പുറത്തേക്ക് തന്നെ ഒള്ളി വാട്ടർ വേപ്പർ, വെള്ളത്തുള്ളികൾ മാത്രമേ അതിൽ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഇതിനൊരു പൊല്യൂട്ടൻസും ഇല്ല. ഇതിന് ഒരു തരത്തിലുള്ള പൊല്യൂട്ടൻസും ഇത് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. വിവിധ സാമ്പത്തിക ആക്ടിവിറ്റിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഇത് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് മേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫ്യൂച്ചർ എനർജി. ഇത് ഭാവിയിലൊരു എനർജി ഊർജ ഉൽപാദനമാണിത്. ഭാവിയിലെ ഉൽപാദനമാണിത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇത് ടെക്നോളജി വർദ്ധിച്ച് ഇതാക്കിയാൽ നമുക്ക് ഒരുപാട് കൂടുതൽ എനർജി നമുക്ക് ഇതാക്കാൻ പറ്റും. എനർജി നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാരണം ഹൈഡ്രജൻ എല്ലായിടത്തും ഉണ്ട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ്. അപ്പൊ അതിനിങ്ങനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഹൈഡ്രജന്റെ. അടുത്തതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഈ പാഠത്തിലെ ഏറ്റവും കോർ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഭാവി തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും കഴിവിനും കോട്ടം തട്ടാതെ വർത്തമാന കാലങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ രീതിയിലുള്ള സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഭാവിയെ ഓർത്തിട്ട് ഭാവിയിലുള്ള തലമുറക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എനർജി സംരക്ഷിക്കുന്നതിനെയാണ് സസ്റ്റൈൻ. അങ്ങനത്തെ വികസനങ്ങളെയാണ്. ഇപ്പൊ പെട്രോളൊക്കെ ഉൽപ്പാദിച്ച് നമുക്ക് ഇതാവും. പക്ഷെ ഇപ്പൊ അതിന് ചേഞ്ച് വന്നാണ്. ഇപ്പൊ നിങ്ങൾ നിരത്തിലിറങ്ങിയ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടികൾ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ടെക്നോളജികളും വർദ്ധിച്ചു വരികയാണ്. അതൊക്കെ എന്താണ്? ഭാവിയിലേക്കുള്ള ഒരു ഇതാണ്. കാരണം ഭാവി തലമുറയുടെ ഇത് സംരക്ഷിക്കുന്നതാണ്. അപ്പൊ പരീക്ഷക്ക് ചിലപ്പോൾ ചോദിക്കാനൊരു സാധ്യതയുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? ഡയറക്റ്റ് ചോദിക്കൂല. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ ആ ഡെവലപ്മെന്റ് വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനം എങ്ങനെ നടപ്പിലാക്കും? അപ്പൊ ഇത്തരത്തിലുള്ള എനർജി സോഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ കോളൊക്കെ ഉപയോഗിക്കാതെ, പെട്രോളിയം ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള അഞ്ച് എനർജി രൂപങ്ങളിൽ അതൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് ഊർജ്ജം സംരക്ഷിക്കാം. അതാണ് ഈ പാഠത്തിലെ മെയിൻ ആയിട്ടുള്ള. അതാണ് ടുവേർഡ് സസ്റ്റൈനബിലിറ്റി. അത് പുതുതലമുറയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ ചാപ്റ്റർ ആയിട്ട് ഗവൺമെന്റ് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്രയും ഉള്ളൂ ഈ കണ്ടന്റ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ടാക്കിയിട്ട് ക്ലാസ് ഓരോന്ന് കേട്ടിട്ട് ഇതിലുള്ളത് ഒക്കെ നിങ്ങൾ നോട്ടാക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നോട്ട്സ് ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഡൗട്ട് ക്ലിയറൻസിന് നിങ്ങൾ ഉപയോഗിക്കാം. ഏതായാലും ഒരു 10-30 ദിവസം നിങ്ങൾ നല്ലവണ്ണം പരിശ്രമിക്കുക. നിങ്ങളെ വിജയത്തിന് എപ്പോഴും മാത്സിലോ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്ത് വൈൻഡപ്പിംഗ്. താങ്ക് യു.